ഇന്നത്തെ ദിവസം എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടണില്ല. ബസ്സിൽ ഞാൻ ബാഗ് എൻ്റെ മടിയിലാണ് വെക്കാറ്. ബസ് ഇറങ്ങി നോക്കിയപ്പോൾ മനസ്സിലായത് ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ കറിയുടെ ഓയിൽ ഫുൾ എൻ്റെ ഡ്രസ്സുമിലേക്ക് പോയി. അതായത് വൈറ്റ് കളർ ഡ്രസ്സ് ഫുൾ ഓറഞ്ച് കളർ. അത് കണ്ടപ്പോഴേ ഇന്നെൻ്റെ പഠിപ്പിക്കാനുള്ള കോൺഫിഡൻസ് പോയി. കാരണം ക്ലാസ്സിലൊക്കെ പോകേണ്ടതല്ലേ. ഓയിൽ ആയതുകൊണ്ട് അത് എത്ര തുടച്ചിട്ടും പോകണമുണ്ടായിരുന്നു. അവിടുത്തെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിത് കുഴപ്പമില്ല, നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഡ്രസ്സ് അടുത്ത ഷോപ്പിൽ പോയി മാറ്റിക്കോളാൻ പറഞ്ഞു. കാരണം ക്ലാസ് എടുക്കുമ്പോൾ അതെൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡ്രസ്സ് എന്തായാലും പുതിയത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വാങ്ങിച്ച ഡ്രസ്സാണ് ഇത്. അങ്ങനെ ഞാൻ നേരം വെളുക്കുമ്പോഴത്തേനും ഷോപ്പിൽ പോയി ഡ്രസ്സ് വാങ്ങിച്ചു. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്നാണ് സ്കൂളിൽ നമുക്ക് സൂംബ ഡാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സ്കൂളിൽ സൂംബ എന്ന്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ എല്ലാ സ്കൂളിലും ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാംസ് നല്ല സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണത്. അതിലൊന്നാണ് ഈ സൂംബ ഡാൻസ്. അപ്പോൾ ചിലർ ചോദിക്കും, ഇതെന്താ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗം കുറയൂ എന്ന്. അതായത് നമ്മുടെ എനർജി നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. ആ ഒരു രീതിക്കാണ് ഈ സൂംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഡാൻസ് കണ്ടിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം HM പറഞ്ഞു, ആരെങ്കിലും ഡാൻസ് കളിക്കാത്തതുണ്ടെങ്കിൽ അവരുടെ നമ്മൾ ഫ്രണ്ടിൽ നിർത്തി കളിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചറും പിള്ളേരൊക്കെ നല്ല എനർജി ആയിട്ട് കളിച്ചു തുടങ്ങി. ഇത് ആഴ്ചയിൽ ഇത്ര തവണയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, കളിക്കണം എന്നൊക്കെ ഉണ്ട് ഡാൻസ്. എനിക്ക് ഇന്നത്തെ പ്രോഗ്രാം നല്ല ഇഷ്ടമായി. കാരണം എന്ത് രസം ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കാൻ, അത് നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലെ ടീച്ചറുടെയും പിള്ളേരുടെയും ഒപ്പം. അപ്പം ഇതാണ് ഇന്നുണ്ടായത്. ടാറ്റാ.